ഓരോ സെക്കൻഡും ആത്മാന്വേഷിക്ക് ചതിക്കുഴിയാണ്. ഓരോ സെക്കൻഡും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പീഠത്തിൽ വന്നിരുന്ന അതിലും വലിയ ചതിക്കുഴിയാണ് ഈ ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരുന്ന ഏത് നിമിഷം വേണമെങ്കിലും ഞാനൊരു സംഭവമായി എന്നൊരു ചിന്ത വന്നാൽ കഴിഞ്ഞു. പിന്നെ നോക്കണ്ട. ഒരു 50 ജന്മം 100 ജന്മത്തിന് റിട്ടേൺ ഇല്ല, നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ മഹാഭാഗ്യവന്മാരാ, നമ്മളാണ് കഷ്ടത്തിൽ. ഞാൻ എപ്പോഴും പറയും നിങ്ങളുടേന്ന് ഞാൻ പഠിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ പഠിക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് കിട്ടുന്ന പുള്ളിയാണ്. അല്ലാണ്ട് ഞാനിവിടെ ഈ കസേരയിൽ കുറച്ച് ഉയരത്തിലിരിക്കണു, നിങ്ങളവിടെ താഴെ ഇരിക്കണു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ താഴെയും ഞാൻ മുകളിലുമാണെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. ഈ വഴിതെറ്റിക്കലിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഭഗവാനാണ് സകലതെന്നുള്ള ബോധത്തോടെ ഭഗവാന് വേണ്ടി ചെയ്യണു. ഭഗവാന്റെ കർമ്മമാണ് ഞാൻ ചെയ്യണത്. ഭഗവതോ ബലേന ഭഗവതോ വീര്യേണ ഭഗവതസ്തേജസ ഭഗവതകർമ്മണ ഭഗവതകർമ്മ കരിഷ്യാമി ഭഗവതോ വാസുദേവസ്യ. ഈ ബോധം വേണം. ഭഗവതോ ബലേന ഭഗവാന്റെ ബലം കൊണ്ട്, ഭഗവതോ വീര്യേണ ഭഗവാന്റെ വീര്യം കൊണ്ട്, ഭഗവതകർമ്മണ ഭഗവാന്റെ കർമ്മം, ഭഗവതസ്തേജസ ഭഗവാന്റെ തേജസ്സോട് കൂടിയിട്ട് ഭഗവതകർമ്മ കരിഷ്യാമി. ആ ഭഗവാന്റെ കർമ്മമാണ് ഞാൻ ചെയ്യണത്. എങ്ങനെ? ഭഗവതോ വാസുദേവസ്യ. ആ വാസുദേവനാകണം ആ ഭഗവാന്റെ കർമ്മം. ഞാൻ ഈ ശരീരം കൊണ്ട് അദ്ദേഹം എന്നെ ചട്ടുവാക്കിയിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രം. ഈ ഭാവത്തിൽ വേണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യവും ചെയ്യാൻ. അത് മക്കളെ വളർത്തലാവാം, ബാങ്കിൽ ഡെപ്പോസിറ്റിൽ ഇടലാവാം, എന്താ പറയുക, പറമ്പിൽ പണിയെടുക്കണാവാം, എന്തും. ഇത് ശീലിച്ചു നോക്കുക. ആരോടും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. വീട്ടിൽ സ്വന്തം ഭാര്യയോടോ ഭർത്താവിനോടോ കുട്ടികളോടോ ഒന്നും പറയണ്ട. അവനവൻ്റെ മനസ്സ് സൂക്ഷിച്ചാൽ മാത്രം മതി. വലിയ വ്യത്യാസങ്ങളുണ്ടാവും. നിങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ അവർ പോലും അറിയാണ്ട് അവരിലും മാറ്റങ്ങളുണ്ടാക്കും. ഇന്ന് കളിയാക്കുന്ന ആൾക്കാരായിരിക്കില്ല നാളെ മാറ്റങ്ങൾ വരും. മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കും. എന്തിനും ഒന്ന് ഇങ്ങനെയേ ഇരിക്കുള്ളൂ എന്ന് പ്രപഞ്ചത്തിലില്ല. നല്ലത് ചീത്തയാവും, ചീത്ത നല്ലതാവും.